I look to you, I won't be overwhelmed. Give me vision to see things like you do. God, I look to you, you're where my help comes from. Give me wisdom, you know just what to do. God, I look to you, and I won't be overwhelmed. Give me vision to see things like you do. God, I look to you, you're where my help comes from. Give me wisdom, you know just what to do. And I will love you, Lord, my strength. And I will love you, Lord, my shield. And I will love you, Lord, my rock. Forever all my days I will love you, God. I will love you, Lord. And I will love you, Lord, my strength. Oh, and I will love you, Lord, my shield. And I will love you, Lord, my rock. Forever all my days I will love you, Lord. God, I look to you, I won't be overwhelmed. Give me vision, Lord, to see things like you do. And God, I look to you, you're where my help comes from. Give me wisdom, you know just what I will love you, Lord. And I will love you, Lord, my strength. Oh, and I will love you, Lord, my shield. And I will love you, Lord, my rock. Forever all my days I will love you, Lord. Let's sing, I will love you, Lord. And I will love you, Lord, my strength. Oh, you're my strength. And I will love you, Lord, my shield, my rock. And I will love you, Lord, my rock. Forever all my days I will love you, Lord. Let's sing hallelujah. Hallelujah, our God reigns. Oh, hallelujah, our God reigns. Hallelujah, our God reigns. Forever all my days. Hallelujah. Lift up your voice and say hallelujah. Hallelujah, our God reigns. Oh, he reigns. Hallelujah, our God reigns. Hallelujah, our God reigns. Forever all my days. Hallelujah, hallelujah,
forever all my days. Hallelujah. All the days of my life, forever all my days. Hallelujah. Oh, forever all my days. Hallelujah. Oh, I lift you high, forever all my days. Hallelujah. Oh, hallelujah. അർഹിക്കാത്ത നന്മകളും എനിക്കേകിലും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിലും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോ സ്തുതി. ഓ, യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാ അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാ അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും കൃപാവരങ്ങൾ ചൊരിയുകയും. Oh, your blessings. വരും കാലമൊക്കെയും കൃപാവരങ്ങൾ ചൊരിയുകയോ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. I praise you, Lord. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും മിറക്കിൾ നൈറ്റിലേക്ക് സ്വാഗതം. നാം ഇന്ന് ചിന്തിക്കുന്നത് രാത്രിയിൽ നടന്ന ഒരു അത്ഭുതം. വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ
രാത്രിയിൽ നടന്ന ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. ഒക്കെന്നെങ്കിലും വരുന്ന ദിവസം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇന്ന് രാത്രിയിൽ നടന്ന ഒരു അത്ഭുതം, രാത്രിയിൽ നടക്കുന്നൊരു അത്ഭുതം, നമ്മുടെ ജീവിതത്തിലും രാത്രിയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു അത്ഭുതം. പ്രൈസ് ഗോഡ്. നമുക്കതിനു വേണ്ടി നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. സങ്കീർത്തനം 127:2 നമുക്ക് വായിക്കാം. അതിനുശേഷം സങ്കീർത്തനം 121:4. സങ്കീർത്തനം 127:2 ആദ്യം വായിക്കാം. നിങ്ങൾ അതികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 127 സങ്കീർത്തനം വളരെ ഫെമിലിയർ ആണ് നമുക്ക്. കാരണം കല്യാണ വീട്ടിലും ഒക്കെ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അവിടെ പറയുന്നത് നിങ്ങൾ അതികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നത് വ്യർത്ഥമത്രേ. അതിൻ്റെ അർത്ഥം പ്രയത്നിക്കേണ്ടെന്നൊന്നുമല്ല, നമ്മൾ ജോലിയൊക്കെ ചെയ്യണം. പ്രൈസ് ഗോഡ്. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. അതിൻ്റെ അർത്ഥം എപ്പോഴും ഞാൻ കിടന്നുറങ്ങിയാൽ മതി എന്നൊന്നുമല്ല. എന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഉറങ്ങുമ്പോഴും നമ്മൾക്ക് വേണ്ടി കരുതുന്ന ഒരു കരുതൽ. പകരം നമ്മൾ അധ്വാനിച്ചു. നമ്മളിപ്പം നിങ്ങൾ ജോലി ചെയ്യുന്നവരെ, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരെ, നിങ്ങൾ മിനിസ്ട്രി ചെയ്യുന്നവരെ, പഠിക്കുന്നവരെ ഒക്കെ പകൽ നമ്മുടെ അധ്വാനത്തിന് സമയം. ഇറ്റ്സ് എ ടൈം ഓഫ് വർക്ക് അല്ലേ? നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ടൈം നമ്മുടെ ഒരു വർക്കിൻ്റെ സമയമാണ്. നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പം നമ്മൾ പകൽ അധ്വാനിച്ചു, രാത്രി നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ആ റെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾക്ക് കരുതുന്ന കർത്താവ്. അടുത്തൊരു വാക്യം വായിക്കാം. 121 സങ്കീർത്തനം 4-ാമത്തെ വാക്യം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾക്ക് വേണ്ടി ഉറങ്ങാതെ നമ്മൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന, നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നമ്മെ പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവ്. പ്രൈസ് ഗോഡ്. അപ്പം എന്താണ്, നാം ഉറങ്ങുമ്പോഴും എവിടെയാണ് ഉറങ്ങേണ്ടത് നമ്മൾ ചിന്തിക്കാൻ പോവാം. നാം ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തന നിരതനായ ഒരു കർത്താവ്. ദാറ്റ് മീൻസ് ആൻ ആക്റ്റീവ് ഗോഡ് ഫോർ യു ആൻഡ് മീ. പ്രൈസ് ഗോഡ്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ന്യായപ്രമാണം അല്ലെങ്കിൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. അപ്പോൾ ഈ 5 പുസ്തകത്തിൽ നിന്നുള്ള അത്ഭുതങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എല്ലാം എടുക്കുന്നില്ല, ചില കാര്യങ്ങൾ ഞാനങ്ങ് വിടുന്നു, ചിലത് നമുക്ക് വളരെ പ്രയോജനപ്പെടുന്നത് ഞാൻ എടുക്കുകയാണ്. നമുക്കിന്ന് നമ്മൾ പോകുന്നത് സംഖ്യാപുസ്തകം, ബുക്ക് ഓഫ് നമ്പേഴ്സ്. ബുക്ക് ഓഫ് നമ്പേഴ്സിൽ നിന്ന് നമ്മളൊരു രാത്രിയിൽ നടന്നൊരു അത്ഭുതം. പ്രൈസ് ഗോഡ്. അതായത് നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത ഒരു മഹാത്ഭുതം, നമ്മുടെ ജീവിതത്തിൽ ഇന്നും ചെയ്യാൻ സാധ്യതയുള്ള ഒരു അത്ഭുതം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് സംഖ്യാപുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 1, 2, 3. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 17 വേഴ്സ് 1, 2 and 3. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരുടെ പക്കൽ നിന്ന് ഗോത്രം ഗോത്രമായി സകല ഗോത്ര പ്രഭുക്കന്മാരോടും ഓരോ വടി വീതം 12 വടി വാങ്ങി ഓരോരുത്തൻ്റെ വടിമേൽ അവൻ്റെ പേർ എഴുതുക. ലേവിയുടെ വടിമേലോ അഹരോൻ്റെ പേർ എഴുതണം. ഓരോ ഗോത്രത്തലവന് ഓരോ വടി ഉണ്ടായിരിക്കണം. സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിൻ്റെ മുമ്പാകെ അവയെ വയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 1, 2, 3 വാക്യത്തിൽ എന്താണ് അത്? 12 ഗോത്രം. നമുക്കറിയാം ഇസ്രായേൽ 12 ഗോത്രങ്ങളുണ്ട്, നിങ്ങൾക്ക് അതറിയാമല്ലോ. 12 ട്രൈബ്സ്. അപ്പോൾ ഈ 12 ട്രൈബ്സിലുള്ള ലീഡേഴ്സ് ഉണ്ട്. ഓരോ ട്രൈബിനും ഒരു പ്രധാനപ്പെട്ട ലീഡറുണ്ട്. അപ്പോൾ ഈ 12 ലീഡേഴ്സും അവരുടെ വടി, അവർക്കെല്ലാം അവരുടെ ഒരു അധികാരത്തെ കാണിക്കുന്ന ഒരു വടിയുണ്ട്. ഈ വടി എല്ലാ 12 ഗോത്രത്തിലെ 12 ലീഡേഴ്സ് ഈ വടി ദൈവസന്നിധിയിൽ കൊണ്ടുവരണം. പ്രൈസ് ഗോഡ്. അത് കൊണ്ടുവരണം. എന്താണ് ഈ വടി? ദാറ്റ് റോഡ് റെപ്രസെൻറ്റ്സ് ദാറ്റ് പേഴ്സൺ. പ്രൈസ് ഗോഡ്. ആ വടി ആരുടേതാണോ ആ വടി, ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തെയാണത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. ദാറ്റ് റോഡ് റെപ്രസെൻറ്റ്സ് ദാറ്റ് പേഴ്സൺ. ഈ വടി വിച്ച് ബിലോങ്സ് ടു, അത് ആരുടേതാണോ അവരെയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ 12 വടി വയ്ക്കുക, രാത്രി അത് വയ്ക്കുന്നത്. അപ്പോൾ അത് ഇനി 4-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിന്റെ മുമ്പാകെ അവയെ വയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ 12 വടികൾ ഞാൻ പറഞ്ഞില്ല, ഈ 12 വടികളും 12 പേഴ്സണാലിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഈ 12 വടികളും എവിടെയാണ് വയ്ക്കേണ്ടത്? ഒന്നുകൂടെ വാക്യം വായിച്ചോ. സമാഗമന കൂടാരത്തിൽ, സമാഗമന കൂടാരം, ടാബർനാക്കൽ. ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന സ്ഥലം, സാക്ഷ്യത്തിന്റെ മുമ്പാകെ അവയെ വയ്ക്കണം. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ 12 വടികളും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന സമാഗമന കൂടാരത്തിൻ്റെ ആ സ്ഥലത്ത് അവിടെ ഇത് വെക്കണം. പ്രൈസ് ഗോഡ്. സോ ആ വടികൾ അവിടെ റെസ്റ്റ് ചെയ്യട്ടെ. പ്രൈസ് ഗോഡ്. എന്ന് വെച്ചാൽ ഈ 12 ഗോത്രത്തെ അല്ലെങ്കിൽ ഈ 12 ട്രൈബ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന 12 വടികളും
ദൈവ സാന്നിധ്യത്തിൽ അത് റെസ്റ്റ് ചെയ്യട്ടെ. എപ്പോൾ? ഇൻ ദ നൈറ്റ്. ഓക്കെ, നമുക്കിനി അതിൻ്റെ നമുക്ക് നോക്കാം. ഈ നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മൾ എന്നെ കേൾക്കുന്ന ആളുകൾ, ഞാൻ ചിന്തിക്കുന്നത് മെജോറിറ്റി ബോൺ അഗെയിൻ ബാപ്റ്റിസ്റ്റ് ആളുകളാണ്. ബോൺ അഗെയിൻ ആയ ബാപ്റ്റിസ്റ്റ് ആയ ആളുകളാണ്. അതല്ലാത്ത ആരും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ബി ബോൺ അഗെയിൻ. ഈ ബോൺ അഗെയിൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചിൻ്റെ ഉപദേശമൊന്നുമല്ല കേട്ടോ, അല്ലെങ്കിൽ പെന്തിക്കോസുകാരുടെ ടീച്ചിങ് ഒന്നുമല്ല. ഇറ്റ്സ് എ ബിബ്ലിക്കൽ ടീച്ചിങ്. അത് ബൈബിളിൻ്റെ ടീച്ചിങ് ആണ്. അതുകൊണ്ടാണ് ഞാനത് അനുസരിച്ചത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഏതൊരു പ്രത്യേക വിഭാഗം, ഏതെങ്കിലും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ടീച്ചിങ് ഒന്നുമല്ലത്. യു മസ്റ്റ് ബി ബോൺ അഗെയിൻ എന്ന് കർത്താവ് യേശുവാണ് പറഞ്ഞത്. എൻ്റെ ഇന്നത്തെ വിഷയം അതല്ല, ഞാനതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ യു മസ്റ്റ് ബി ബോൺ അഗെയിൻ, യു മസ്റ്റ് ബി ബാപ്റ്റൈസ്ഡ് ഇൻ ദ വാട്ടർ. അപ്പോൾ ഇവിടെ ഈ 12 ഗോത്രങ്ങളിലെ 12 നേതാക്കന്മാരുടെ വടി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ വടി റെപ്രസെൻ്റ് ചെയ്യുന്ന ആ വ്യക്തിത്വങ്ങളാണ്. ഈ 12 പേരും ദൈവത്തിൻ്റെ ആളുകളാണ്. അവർ ദൈവത്തിൻ്റെ ആളുകൾ തന്നെയാണ്. അതിനകത്ത് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് വരിക. നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വ്യത്യസ്തനാണോ? ആർ യു ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവർക്കും ഒരു പേരുണ്ട്, മനസ്സിലായി? നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ നെയിമുണ്ട്, വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവമക്കൾ എന്നൊക്കെ പേരുണ്ട്. ബട്ട് ആർ യു ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്? നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്കുള്ളത്? പ്രൈസ് ഗോഡ്. എന്ത് യുണീക്നെസ്സാണ് നിങ്ങൾക്കുള്ളത്? എന്ത് അതുല്യതയാണ്, എന്ത് നിസ്തുല്യതയാണ് നിങ്ങൾക്കുള്ളത്? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൈസ് ഗോഡ്. ഞാൻ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നമുക്ക് സങ്കീർത്തനം 92 12 മുതൽ 14, സാംസ് 92 verse 12 through 14. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരി പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. Praise the Lord. Those who are planted in the house of the Lord shall flourish. They will grow like cedar on Lebanon. They will flourish like palm tree in the wilderness. നമ്മുടെ ഈ വർഷത്തെ തീമാണത്. അപ്പം ആരാണ് ബ്ലെസ്ഡ് ആകുന്നത്? ആരാണ് പ്രോസ്പേർഡ് ആകുന്നത്? ആരാണ് ഫ്ലറിഷ്ഡ് ആകുന്നത്? Those who are planted in the house of the Lord. That means, ഞാൻ എൻ്റെ ആത്മീയാർത്ഥം പറയുകയാണെങ്കിൽ, if you are active with God and in the church, നിങ്ങൾ ദൈവത്തോട് സജീവമാണോ? ദൈവസഭയിൽ സജീവമാണോ? Those who are planted in the house of the Lord. Praise God. നിങ്ങൾ ദൈവത്തോടും ദൈവസഭയോടും ഒരു ബന്ധമില്ലാത്ത പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, I cannot say that you are planted in the house of the Lord. Praise God. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിൽ നട്ടിരിക്കുന്ന ഒരു വൃക്ഷമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ബൈബിൾ അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പ്രൈസ് ഗോഡ്. അപ്പം എവിടെയാണ് ഇത് കായ്ക്കുന്നത്? എവിടെയാണ് ഇത് പൂക്കുന്നത്? എവിടെയാണ് ഇത് സ്പ്രൗട്ട് ചെയ്യുന്നത്? എവിടെയാണ് ഇത് ബഡ് ചെയ്യുന്നത്? എവിടെയാണ് ഇത് ബ്ലോസം ചെയ്യുന്നത്? ഇൻ ഹിസ് പ്രസൻസ്. ദൈവ സന്നിധാനത്തിലാണ് അത് സംഭവിക്കുന്നത്. പ്രൈസ് ഗോഡ്. ആമേൻ. അപ്പം നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. നമുക്ക് അതിൻ്റെ സംഖ്യാപുസ്തകത്തിന് 17-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ ഭാഗത്തിലേക്ക് പോകാം. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ സംഭവമുണ്ട്, ഞാനത് പറയാം. അതായത് അവിടെ പറയുന്നത് എന്താണ്? വായിച്ചോ. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ സംഭവം നടന്നു കേട്ടോ, ഒരു വലിയ സംഭവം നടന്നു. അതാ എൻ്റെ വിഷയം. നമ്മളത് വായിക്കുമ്പോൾ 16-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ നമ്പർ സംഖ്യാപുസ്തകത്തിൻ്റെ 16-ന്റെ 1-2 ഭാഗത്തിലേക്ക് വരണം, എന്നാലേ അത് മനസ്സിലാത്തുള്ളൂ. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്ഹാരിന്റെ മകൻ കോരഹ്, രൂബേൻ ഗോത്രത്തിൽ ഏലിയാബിന്റെ പുത്രന്മാരായ ദാഥാൻ, അബീരാം, പേലത്തിന്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘസദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. അപ്പോൾ അവിടെ ഈ ഇസ്രായേൽ മക്കളിൽ തന്നെ പ്രധാനികളായ കോരഹ് ഒരു ലീഡറായിരുന്നു. ലേവ്യ കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഇവർ 2-3 പേർ. ഈ കോരഹിൻ്റെ മത്സരം നമ്മൾ യൂദയുടെ ലേഖനത്തിലൊക്കെ കാണുന്നു. കോരഹിൻ്റെ മത്സരം, റിബലിൻ ഓഫ് കോറ. അപ്പോൾ ഈ കോരഹിൻ്റെ ഒരു മത്സരം വന്നകത്ത് എന്താ? മോശയ്ക്കും അഹരോനുമൊക്കെതിരെ പുള്ളിക്കകത്തൊരു കണ്ണുകടി, ഒരു അസൂയ, ഒരു ചെറിയൊരു ചൊറിച്ചിൽ. പ്രൈസ് ഗോഡ്. അങ്ങനെ മോശയ്ക്കും അഹരോനുമെതിരായിട്ട് പുള്ളി ഒരു ഡിവിഷൻ ഉണ്ടാക്കി അവരുടെ ഗ്രൂപ്പിനകത്ത്. ആ കോൺഗ്രിഗേഷനകത്ത് തന്നെ പുള്ളി ഒരു ഡിവിഷൻ ഉണ്ടാക്കി. പുള്ളി ആൾ മോശമൊന്നുമല്ല കേട്ടോ, നല്ല മിടുക്കനാ, നല്ലൊരു ട്രാൻസ്ഫോർമേഷണൽ ലീഡറാണ് പുള്ളി. ശരിക്കും മറ്റുള്ളവർ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന തെറ്റിലേക്ക് പോലും, പ്രൈസ് ഗോഡ്, അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന
ഒരു ട്രാൻസ്ഫർമേഷണൽ ക്വാളിറ്റി ഉള്ള കരിസ്മാറ്റിക് ലീഡറാണ്. പുള്ളി നല്ല കരിസ്മയുള്ള ആളാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ അത്രയും പേരെ മോശയ്ക്കും അഹരോനും എതിരായിട്ട് പുള്ളി നിർത്തി. ഒരു മത്സരമാണ് അവിടെ. നമ്മൾ തുടങ്ങുന്ന വിഷയമായിട്ട് വളരെ കണക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ ആ ഭാഗം എടുക്കുന്നത്. ഇനി അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാം. അവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട്, മതി മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു. യഹോവ അവരുടെ മധ്യേ ഉണ്ട്. പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിൻ്റെ അവസാനമായി എൻ്റെ ആ സസ്പെൻസ് ഞാൻ കൊണ്ടുവരുന്നത്. അവിടെ പറയുന്നത് എന്താണ്? ഒരു അക്യൂസേഷനാണ്, ഒരു ഫോൾസ് അലിഗേഷൻ, ഒരു അക്യൂസേഷൻ, ഒരു കുറ്റാരോപം. കോരഹ് പറയുന്നത് എന്താണ്? ഒന്നുകൂടെ വാക്യം വായിച്ചോ, അന്നേരം മനസ്സിലായി. അവർ മോശയ്ക്കും അഹരോനും വിരോധമായി. ആരാ? ഈ കോരഹ് പ്രിപ്പയർ ചെയ്തെടുത്ത പിന്നെ ആ ലീഡർമാരെല്ലാം കൂടെ മോശയ്ക്കും അഹരോനും എതിരായിട്ട് കൂട്ടം കൂടി അവരോട്, മതി മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു. യഹോവ അവരുടെ മധ്യേ ഉണ്ട്. പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഈ കോരഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ. ദൈവം അവരുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട്. അത് സത്യമാണ്. എല്ലാവരും വിശുദ്ധരും, അതും സത്യമാണ്. ഇതെല്ലാം സത്യമാണ്. പിന്നെ എവിടെ പ്രശ്നം എവിടെയാണ്? കാരണം ഈ ലീഡർഷിപ്പ് ദൈവം കോരയെ ഏൽപ്പിച്ചിട്ടില്ല. കോരഹിന് ഈ ലീഡർഷിപ്പ് ഏൽപ്പിച്ചിട്ടില്ല. കോരഹ് മിടുക്കനാ. മോശയെക്കാളും ഒരു മിടുക്കനായിരിക്കും പുള്ളി. മനുഷ്യമായിട്ട് ചിന്തിക്കുമ്പോൾ പുള്ളി മിടുക്കനാ, നല്ല കരിസ്മയുള്ള ആളാണ്. പുള്ളി പറഞ്ഞൊക്കെ ശരിയാ. എല്ലാവരും വിശുദ്ധന്മാരാ, സത്യമാണ്. നമ്മളെല്ലാം ദൈവം കൊണ്ടുവന്ന്, അത് സത്യമാണ്. ഞാനും ലേവ്യ ഗോത്രം, അതൊക്കെ സത്യമാണ്. പക്ഷെ പ്രശ്നം എന്താ അറിയോ? ദൈവത്തിൻ്റെ അപ്പോയിൻറ്റഡ് അതോറിറ്റിയോട് തൻ്റെ ഹൃദയത്തിലുണ്ടായ അസൂയ നിമിത്തമുള്ള ഒരു ഗ്രഡ്ജ്, വൈരാഗ്യം, അമർഷം, ഈർഷ്യ, അവിടെ ഒരു കലഹം തുടങ്ങി, അവിടെ ഒരു മത്സരം തുടങ്ങി. അവിടെ ആ കോൺഗ്രിഗേഷനകത്ത് ഡിവിഷൻ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. ഇത് കേട്ടപ്പോൾ മോശ കവിണ്ണു വീണു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മളൊരു സ്ഥാനത്ത് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലമായിരിക്കാം, നിങ്ങളുടെ ബിസിനസ് ആയിരിക്കാം, നിങ്ങളുടെ സ്കൂളിലെ നിങ്ങളുടെ ഒരു പൊസിഷൻ ആയിരിക്കാം, മിനിസ്ട്രിയിലൊരു പൊസിഷൻ ആയിരിക്കാം. ഈ നിങ്ങളെ ദൈവത്താൽ അസൈൻഡ് ആൻഡ് അപ്പോയിൻറ്റഡ് പൊസിഷൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി അസൈൻ ചെയ്ത, ദൈവം ഓർഡൈൻ ചെയ്ത, ദൈവം അപ്പോയിൻറ്റ് ചെയ്ത ആ പൊസിഷനെതിരായിട്ട് ആരെങ്കിലുമൊക്കെ എഴുന്നേൽക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, അതിനോട്, അവരുടെ ആക്ഷനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. കാര്യം ഇവരിങ്ങനെ ഒരു പ്രശ്നം വന്നപ്പം മോശയ്ക്ക് വേണമെങ്കിൽ എന്തെല്ലാം പറയാം. എടാ, നിന്നെ ഒന്നും അങ്ങനെ തിരഞ്ഞെടുത്തിട്ടൊന്നുമില്ല, ഞാനല്ലയോ ലീഡർ, ഞാനല്ലയോ ഇസ്രായേലിൽ പോയി ഇതിനെല്ലാം കൊണ്ടുവന്നത്, ഈ സിനായ്മാലി വെച്ച് എനിക്കല്ലയോ ദർശനം കിട്ടിയത്, ഞാനല്ലയോ ദേവശബ്ദം കേട്ടത്, പിന്നെ നീ എന്തിനാ ഈ ശബ്ദം ഉണ്ടാക്കാൻ നിൽക്കുന്നത്, നീ നിന്നെ പോയി പണി നോക്കടാ എന്നൊക്കെ വേണേൽ മോശയ്ക്ക് പറയാം. മോശ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എപ്പോഴും എന്നെ കേട്ടുകൊണ്ട് ദൈവമക്കൾ എപ്പോഴും മനസ്സിലാക്കണം, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടാകട്ടെ. ചിലപ്പോൾ ഹസ്ബൻഡ് ഭാര്യയ്ക്കെതിരായിട്ട് മാറും, ചിലപ്പോൾ റോങ് അലിഗേഷൻസ് കൊണ്ടുവരാം, ചിലപ്പം ഭാര്യ ഹസ്ബൻഡിനെതിരായിട്ട് വരും, റോങ് അലിഗേഷൻസ് ഭാര്യ കൊണ്ടുവരാം, ചിലപ്പോൾ മക്കൾ പാരൻസിനെതിരായിട്ട് വരും, പാരൻസ് മക്കൾക്കെതിരായിട്ട് വരും, സഹോദരന്മാർ തമ്മിൽ അങ്ങനെ റോങ് അലിഗേഷൻസ് ഒക്കെ ഉണ്ടാകും നമുക്കെതിരെ. അത് ഫാമിലിയിലുണ്ടാകും, ജോലി സ്ഥലത്തുണ്ടാകും, ചിലപ്പോൾ ചേർച്ചിലുണ്ടാകും, നമ്മളായിരിക്കുന്ന ഏത് സറൗണ്ടിങ്സിലും നമുക്കിതുണ്ടാകും. ഇറ്റ് ഈസ് പോസിബിൾ. അങ്ങനെ ഒരു സംഗതി നിങ്ങൾക്ക് വരുമ്പോൾ അതിനോട് ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യണം, എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യണം. പ്രൈസ് ഗോഡ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഭയങ്കര പ്രാധാന്യമുള്ളൊരു കാര്യം അത്. നിങ്ങൾ നോക്കിയേ, മോസസ് ഫെൽ ഡൗൺ. പ്രൈസ് ഗോഡ്. ഹി ക്രൈഡ് ഔട്ട്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ ഒരിക്കലും നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ, നമ്മുടെ വാക്ചാതുര്യം കൊണ്ടോ, നമ്മുടെ മസിൽ പവർ കൊണ്ടോ, മെൻ്റൽ പവർ കൊണ്ടോ, മണി പവർ കൊണ്ടോ ഒന്നും അതിനോട് യുദ്ധം ചെയ്യാൻ ശ്രമിക്കരുത്. ജയിക്കത്തില്ല, നമ്മൾ ജയിക്കത്തില്ല. യു ഹാവ് എ സ്പിരിച്വൽ പവർ, യു ഹാവ് എ സ്പിരിച്വൽ അതോറിറ്റി. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ നാവിൽ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഇറ്റ് ഈസ് പവർഫുൾ, ഇറ്റ് ഈസ് അനോയിൻറ്റഡ്, ഇറ്റ് ഹാസ് അതോറിറ്റി. അപ്പോൾ നമ്മുടെ നാവിൽ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് അതോറിറ്റി ഉണ്ട്, ശക്തിയുണ്ട്, അഭിഷേകമുണ്ട്. നമ്മൾ വാഗൊണ്ട് പറയുമ്പോൾ, വെൻ യു പ്രേ, വെൻ യു ടെൽ സംതിങ് ബിഫോർ ദ ലോഡ്, വെൻ യു നീൽ ഡൗൺ ബിഫോർ ദ ലോഡ്, വെൻ യു പ്രോസ്ട്രേറ്റ് ബിഫോർ ദ ലോഡ്, നിങ്ങൾ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് നിങ്ങൾ ദൈവസന്നിധാനം നിങ്ങൾ സാഷ്ടാംഗം വീഴുമ്പോൾ ശത്രു ചിതറും. നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൈസ് ഗോഡ്. മോസസ് ഫെൽ ഡൗൺ അറ്റ് ഗോഡ്സ് ഫീറ്റ് ആൻഡ് ഹി പ്രേയ്ഡ്. നമുക്കതിൻ്റെ റിസൾട്ട് നോക്കാം. നമുക്കതിൻ്റെ 49-ാമത്തെ വാക്യം നോക്കാം. വേഴ്സ് 49.
കോരഹിന്റെ സംഗതിവശാൽ മരിച്ചവരെ കൂടാതെ ബാധയാൽ മരിച്ചവർ 14,700 പേരായിരുന്നു. ഇനി എൻ്റെ 5-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. വേഴ്സ് 5. അവൻ കോരഹിനോടും അവന്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവർ ആരെന്നും തന്നോടടുപ്പാൻ തക്കവണ്ണം വിശുദ്ധൻ ആരെന്നും കാണിക്കും. ഞാൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും. ദൈവം പറഞ്ഞ എന്തൊക്കെയാണ്? ഒന്നുകൂടെ വാക്യം വായിച്ചോ. നാളെ രാവിലെ യഹോവ തനിക്കുള്ളവർ പറയണം. നാളെ രാവിലെ യഹോവ തനിക്കുള്ളവൻ ആരെന്നും തന്നോടടുപ്പാൻ തക്കവണ്ണം വിശുദ്ധൻ ആരെന്നും കാണിക്കേണ്ടതിനെ കാണിക്കും. താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും. താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും. ദൈവം പ്രൂവ് ചെയ്യാൻ പോവാ. ഹു ഇസ് മൈൻ, ഹു ബിലോങ്സ് ടു മീ. മനസ്സിലായി? ഞാൻ തിരഞ്ഞെടുത്തത് ആരാണ്, എൻ്റെ കൂടെയുള്ള ആരാണെന്ന് ദൈവം കാണിക്കാൻ പോവാം. പ്രൈസ് ഗോഡ്. നിങ്ങൾ പേടിക്കണ്ട, നമ്മളെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങളത് മനസ്സിലാക്കി തരാം. ഇനി എൻ്റെ 49-ാമത്തെ വാക്യം വായിക്കാം. കോരഹിന്റെ സംഗതിവശാൽ മരിച്ചവരെ കൂടാതെ ബാധയാൽ മരിച്ചവർ 14,700 പേരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തായിരുന്നു? വാട്ട് വാസ് ദ കോൺസിക്വൻസസ്? ഈ കോരഹിന്റെ റിബലിന്റെ കോൺസിക്വൻസ് എന്തുവായിരുന്നു? അബൌട്ട് 15,000 പീപ്പിൾ ലോസ്റ്റ് ദെയർ ലൈഫ്സ്. 1-2 അല്ല, 100-200 അല്ല, 15,000 ജനങ്ങൾ കോരഹിന്റെ മത്സരത്താൽ ഈ ലോകത്ത് നിന്ന് വളരെ വളരെ ദാരുണമായി അവരെ നഷ്ടപ്പെട്ടു. ദാരുണമായി. ഇറ്റ് വാസ് എ ട്രാജിക് എൻഡ്. ദാരുണമായി മരിച്ചുപോയി. ഒരു കൃപയില്ലാത്ത മരണമായിരുന്നത്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് എനിക്ക് സമയം കിട്ടത്തില്ല. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ ഈ നമ്പേഴ്സ് 16-17 വായിച്ചു നോക്കും. അവിടെ ഈ ചരിത്രം എല്ലാം ഉണ്ട് അവിടെ. പ്രൈസ് ഗോഡ്. സോ ദാറ്റ് വാസ് എ കോൺസിക്വൻസ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരായാലും വെൻ വി റിബൽ അഗെയിൻസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്, വെൻ വി റിബൽ അഗെയിൻസ്റ്റ് ദ അസൈൻഡ് അപ്പോയിൻറ്റഡ് അതോറിറ്റി ഓഫ് ഗോഡ്, പ്രൈസ് ഗോഡ്, കോൺസിക്വൻസസ് വളരെ മോശമായിരിക്കും. ഗോഡ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. നിങ്ങൾക്കെതിരെ ആരെഴുന്നേറ്റാലും, നിങ്ങൾക്കെതിരെ ആര് വില ചൂണ്ടിയാലും നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോരുത്. ദ ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോഡ്. ദ ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോഡ്. യുദ്ധം യഹോവയ്ക്കുള്ളത് അത്രേ. നിങ്ങൾ യുദ്ധം ചെയ്യരുത്. ഒരിക്കലും നിങ്ങൾ ജയിക്കത്തില്ല നിങ്ങൾ യുദ്ധം ചെയ്താൽ. നിങ്ങൾക്കൊരു യുദ്ധമുണ്ട്. ദാറ്റ് ഈസ് പ്രയർ, ദാറ്റ് ഈസ് വർഷിപ്പ്, ദാറ്റ് ഈസ് പ്രൈസ് ആൻഡ് വർഷിപ്പ്, ദാറ്റ് ഈസ് പ്രൊക്ലമേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങൾ വെൻ യു പ്രൊക്ലൈം ദ വേർഡ് ഓഫ് ഗോഡ്, വെൻ യു ഡിക്ലെയർ ഗോഡ് സ്ക്രിപ്ചർ, വെൻ യു പ്രൈസ് ആൻഡ് വർഷിപ്പ് ദ ലോഡ്, വെൻ യു പ്രേ ഇൻ ദ സ്പിരിറ്റ്, ദ എനിമി വിൽ ബി സ്കാറ്റേർഡ്. ശത്രു ചെതറിപ്പോവും. നിങ്ങളൊന്ന് അത്ഭുതപ്പെട്ടു, അയ്യോ പ്രാർത്ഥനയ്ക്ക് ഇത്രയും ശക്തിയാണോ കർത്താവേ? നിങ്ങൾക്ക് പ്രാർത്ഥന വിശ്വാസം വർദ്ധിക്കും. ഞാനത് പറയുമ്പോൾ വചനത്തിൽ മാത്രമല്ല, എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി പ്രാവശ്യം ഇത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ മിനിസ്ട്രിയിലൊക്കെ നമ്മൾക്ക് പലപ്പോഴും നമുക്കെതിരെ പലപ്പോഴും ഇങ്ങനെ ഇതുപോലത്തെ ഡിവിഷൻസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഞാനെപ്പോഴും ചെയ്യുന്നത് ജസ്റ്റ് ദിവസം വീഴുക, പ്രാർത്ഥിക്കുക, മേ ബി ടേക്ക് ഫാസ്റ്റിംഗ് ഫോർ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസം ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ആൻഡ് വി ഡു ദ ബാറ്റിൽ. God will do the battle for you. When you pray, when you worship God, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ വേർഡ് പ്രൊക്ലെയിം ചെയ്യുമ്പോൾ, ദ ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോഡ്. യുദ്ധം കർത്താവിൻ്റെതായിട്ട് മാറും, നിങ്ങളുടേതല്ല. പിന്നെ കർത്താവ് യുദ്ധം ഏറ്റെടുക്കുക. പ്രൈസ് ദ ലോഡ്. ഇനി നമുക്ക് അതിൻ്റെ 5-ാമത്തെ ഭാഗത്തിലേക്ക് ഒന്നുകൂടെ വരാം. അവൻ കോരഹിനോടും അവന്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവർ ആരെന്നും തന്നോടടുപ്പാൻ തക്കവണ്ണം വിശുദ്ധൻ ആരെന്നും കാണിക്കും. താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും. മെഷറിംഗ് റോഡ്. എന്താണ് ആ മെഷറിംഗ് റോഡ്? ആൻഡ് വാട്ട് വാസ് എ ക്രൈറ്റീരിയ? എന്താണ് ഞാൻ ദൈവത്തിൻ്റെതാണ് എന്നുള്ളതിൻ്റെ മാനദണ്ഡം എന്താണ്? ഞാൻ ദൈവത്തിൻ്റെതാണ്, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെതാണെന്നുള്ള മാനദണ്ഡം എന്താ? ഒന്നുകൂടെ വാക്യം വായിച്ചു ഫേബ. അവൻ കോരഹിനോടും അവന്റെ എല്ലാ കൂട്ടരോടും മോശ കോരഹിനോട് ചേർന്ന് റിബലായി നിൽക്കുന്ന ആളുകളോടും പറയുകയാണ്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവർ ആരെന്നും. നമ്പർ വൺ ദൈവം, ഗോഡ് വിൽ പ്രൂവ് ദാറ്റ് ഹു ബിലോങ്സ് ടു ഗോഡ്. തനിക്കുള്ളവർ ആരെന്ന് ദൈവം പ്രൂവ് ചെയ്യും. അടുത്തത്, തന്നോട് അടുപ്പാൻ തക്കവണ്ണം വിശുദ്ധൻ ആരെന്നും. ദൈവത്തോട് അടുത്ത് വരാൻ കഴിയുന്ന ആരെന്ന് ദൈവം പ്രൂവ് ചെയ്യും. നമ്പർ 3, വിശുദ്ധൻ ആരെന്ന് ദൈവം പ്രൂവ് ചെയ്യും. പ്രൈസ് ഗോഡ്. ദൈവത്തിനുള്ളതാരെന്നും ദൈവത്തോട് അടുക്കാൻ കഴിയുന്ന ആർക്കാണെന്നും ആരാണ് വിശുദ്ധനെന്നും ദൈവം പ്രൂവ് ചെയ്യും. ദൈവം അത് വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നമുക്കിനി ഞാനൊന്ന് അത് വായിക്കാം. ഹു ആർ ഹിസ്, ഹു ഈസ് ഹോളി, ഹു വിൽ കോസ് ഹിം ടു കം നിയർ ടു ഹിം എന്ന് വെച്ചാൽ, നമ്പർ 1, സെറ്റ് അപ്പാർട്ട് ഫോർ ദ ലോർഡ്. 1, ഹു ആർ ഹിസ്,
തനിക്കുള്ളവനാരാണ്? സെറ്റ് അപ്പാർട്ട്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാരാണ്? 2, വിശുദ്ധനാരാണ്? ഹോളി. 3, ഹൂ വിൽ കോസ് ഹിം ടു കം നിയർ ടു ഹിം, ദൈവത്തോട് അടുത്ത് വരാൻ കഴിയുന്നത് ആർക്കാണ്? ഇത് ദൈവം തെളിയിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി നമ്മൾ ഈ വായിച്ച ഈ പഴയ നിയമ വാക്യം വെച്ച് ഞാൻ പുതിയ നിയമമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പോവാം. സോ വി ആർ ന്യൂ ടെസ്റ്റമെൻറ്റ് ബിലീവേഴ്സ്. നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണ്. ഇപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങളിൽ ചിലർക്ക് കുറ്റബോധം തോന്നിക്കണം. അയ്യോ, ഞാൻ ഹോളിയല്ല, ഞാൻ ദൈവത്തോട് എടുക്കാൻ പറ്റുന്ന ആളല്ല, ഞാൻ ദൈവത്തിൻ്റെതല്ല എന്നൊക്കെ ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരു കോണ്ടംനേഷൻ വന്ന് കാണും, ഒരു കുറ്റബോധം, ഒരു പാപബോധം, എന്താ പറയുക, വന്ന് കാണും. നോക്കൂ, നിങ്ങൾ നോക്കാൻ പോവാം. നമ്മൾ ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഒന്നാമത്തത് കൊളോസ്യ 1:13. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. We are the church. We are the bride. We are the body of Christ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പാടുമല്ലോ, തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു, അല്ലേ? കർത്താവിൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി നമുക്ക് വേണ്ടി ഒരു മോക്ഷമാർഗം തുറന്നു തന്നു. പ്രൈസ് ഗോഡ്. മനസ്സിലാവുന്നുണ്ടോ? സോ വി ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. യു ബിലോങ് ടു ജീസസ്. ഐ ബിലോങ് ടു ജീസസ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വി ആർ സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്. നമ്മൾ ദൈവത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ് നമ്മളെല്ലാവരും. കുറ്റബോധം ഉണ്ടാകരുത് നിങ്ങൾക്ക്. പഴയ നിയമത്തിൽ ചിലർക്ക് മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇൻ ദ ന്യൂ ടെസ്റ്റമെൻറ്റ്, ഇൻ ദ ലൈറ്റ് ഓഫ് ദ ന്യൂ ടെസ്റ്റമെൻറ്റ്, പുതിയ നിയമ വെളിച്ചത്തിൽ വി ഓൾ ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. വി ആർ ദ ബ്രൈഡ്. വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഇനി രണ്ടാമത്തത് എബ്രായലേഖനം 12:14. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആമേൻ. വി ആർ ഹോളി. നമ്മൾ ഹോളിയാണ്. നമ്മൾ വിശുദ്ധ വംശമാണ്. വി ആർ എ ഹോളി നേഷൻ. മനസ്സിലായോ? നമ്മൾ ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്താൽ വിശുദ്ധമാക്കപ്പെട്ടവരാണ്. വി ആർ ഹോളി. എങ്ങനെ ഹോളിയായി? യേശുവിൻ്റെ രക്തം എന്നെ ഹോളിയാക്കി. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് തോന്നുമായിരിക്കും, യോ പാസ്റ്റേ, എന്നാലും ഞാൻ അങ്ങനെ ഹോളിയൊന്നും അല്ല പാസ്റ്റേ, എനിക്ക് എൻ്റെ ലൈഫിൽ ഒത്തിരി കുറവുണ്ട്. ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, നമുക്കെല്ലാം കുറവുകളുണ്ട്. പക്ഷേ ഗോഡ് മെയ്ഡ് മീ ഹോളി. എങ്ങനെ? എൻ്റെ യേശുവിൻ്റെ രക്തം എന്നെ കഴുകി, എന്നെ ശുദ്ധമാക്കി. ഞാൻ ഹോളിയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ ഒരു പാപവും ഇല്ലയെന്ന് എനിക്ക് അർത്ഥമില്ല. മനസ്സിലായോ? യോഹന്നാൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, 1 യോഹന്നാൻ 1 നമ്മൾ വായിക്കുമ്പോൾ, നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ അസത്യവാദിയാക്കുകയാണ്. നമ്മൾ സത്യമില്ലാതെയായി. പക്ഷേ യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപത്തെയും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ക്ലെൻസസ് മീ ഫ്രം ഓൾ സിൻസ്. എല്ലാ പാപത്തിൽ നിന്നും കർത്താവിൻ്റെ രക്തം എന്നെ കഴുകുന്നു. ബിക്കോസ് ഐ എം ഹോളി. ഞാൻ ഹോളിയാണ്. യേശുവിനെ ഹോളിയാക്കി. യേശു നിങ്ങളെ ഹോളിയാക്കി. നിങ്ങൾ ഹോളിയാണ്. യു ആർ എ ഹോളി പീപ്പിൾ. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് അതിൻ്റെ 1 പത്രോസ് 2:5 വായിക്കാം. അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. കണ്ടോ? അവിടെ എന്തെല്ലാം വന്ന് നോക്കിയേ. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കുറേ സമയം വേണം. ഒന്നുകൂടെ വായിച്ചു. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്. അവന്റെ അടുക്കൽ ആ വാക്കേ എനിക്ക് വേണ്ട. മനസ്സിലായോ? അതായത് ദൈവത്തോടടുത്ത് വരുവാൻ പ്രാഗൽഭ്യം കിട്ടിയവർ, ലഭിച്ചവർ. മനസ്സിലായോ? എനിക്ക് ദൈവത്തോട് അടുത്ത് വരാൻ പറ്റത്തില്ലായിരുന്നു. നമുക്ക് ആർക്കും പറ്റത്തില്ലായിരുന്നു. വി വർ സിന്നേഴ്സ്. മനസ്സിലായോ? നമ്മൾ അന്യരും പരദേശികളുമായി നമ്മൾ പുറംപറമ്പിൽ എറിയപ്പെട്ട തകർന്ന പാത്രങ്ങളായിരുന്നു. ആർക്കും വേണ്ടാത്തവരായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ കൃപയാൽ ആ നല്ല ശമരിയക്കാരനെ പോലെ ആ വഴിയേറിൽ കിടന്ന എന്നെയും നിങ്ങളെയും കർത്താവ് എന്ത് ചെയ്തു? വന്നു, തൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധമാക്കി തൻ്റെ ആ തേരിനകത്ത് കയറ്റി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തോട് അടുത്ത് വരുവാൻ നമുക്ക് പ്രാഗൽഭ്യം ദൈവം തന്നു. നമ്മുടെ സ്വന്തം കഴിവല്ല, നമ്മുടെ പ്രവൃത്തികളല്ല, നമ്മുടെ പാരമ്പര്യമല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ ലുക്കല്ല, ഒന്നുമല്ല. ഗ്രേസ്. കർത്താവിൻ്റെ കൃപയാൽ എന്ത് ചെയ്തു?
കർത്താവ് തൻ്റെ മക്കളാക്കി നമ്മളെ മാറ്റി. ദൈവത്തോട് അടുത്ത് വരുവാൻ തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി നമുക്ക് വേണ്ടി ഒരു മോക്ഷമാർഗം, സമയഭേദം കൂടാതെ എപ്പോഴും ദൈവസന്നിധിയോട് അടുത്ത് വരുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആക്സസ്, പ്രൈസ് ഗോഡ്, ഒരു കവാടം ദൈവം നമുക്ക് തുറന്നു തന്നു. സോ യു ക്യാൻ എൻ്റർ ഇൻ ടു ഹിസ് പ്രസൻസ് അറ്റ് എനി ടൈം. ഏത് സമയത്ത് നമുക്ക് അവിടെ ചെന്ന് കയറാം. പഴയ നിയമത്തിൽ അങ്ങനെ പറ്റത്തില്ലായിരുന്നു. പ്രൈസ് ഗോഡ്. സോ നമ്മൾ ഹോളിയാണ്, നമ്മൾ തിരഞ്ഞെടുത്തതാണ്, നമ്മൾ ചേർച്ചാണ്. വി ആർ കോൾഡ് ടു ഡ്രോ നിയർ ടു ഗോഡ്. ദൈവത്തോട് അടുത്ത് വരുവാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തോട് അടുത്ത് വരുവാൻ നമുക്ക് പ്രാഗൽഭ്യം ലഭിച്ചവരാണ് നമ്മൾ. പ്രൈസ് ഗോഡ്. ഇനി നമുക്ക് നോക്കാം, ഇനി ഈ ഇവരുടെ വടിക്കെന്തോ പറ്റി നമ്മൾ നോക്കണ്ടേ. ഞാൻ ഇച്ചിരി പുതിയതിലേക്കൊക്കെ വന്നു. ഇനി രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ റെസ്റ്റ് ചെയ്യുവാൻ വെച്ച 12 ഗോത്രങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന 12 വടികൾ. ഈ 12 വടികൾ ഞാൻ പറഞ്ഞല്ലോ 12 വ്യക്തിത്വങ്ങളെ റെപ്രസെൻ്റ് ചെയ്യണം. ദീസ് റോഡ്സ് ആർ റെപ്രസെൻറ്റിങ് 12 പീപ്പിൾ, 12 ലീഡേഴ്സ്. ഓക്കെ, നമുക്ക് നമ്പേഴ്സ് അതിൻ്റെ 17-ന്റെ 5 മുതൽ 7 വരെ വായിക്കാം. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. മോശ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുകയും അവരുടെ സകല പ്രഭുക്കന്മാരും ഗോത്രം ഗോത്രമായി ഓരോ പ്രഭു ഓരോ വടി വീതം 12 വടി അവന്റെ പക്കൽ കൊടുക്കുകയും ചെയ്തു. വടികളുടെ കൂട്ടത്തിൽ അഹരോന്റെ വടിയും ഉണ്ടായിരുന്നു. മോശ വടികളെ സാക്ഷി കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര സന്തോഷമല്ലേ. 12 ഗോത്രപിതാക്കന്മാരെ റെപ്രസെൻ്റ് ചെയ്യുന്ന 12 വടികൾ. ഞാൻ പറഞ്ഞല്ലോ, ഈ വടി represents the authority of the tribe. This rod represents the personality of that tribe, the leader's personality. 12 ഗോത്രങ്ങളുടെ 12 നേതാക്കന്മാരെ റെപ്രസെൻ്റ് ചെയ്യുന്ന 12 വടികളും എവിടെ വെച്ചു? 12 ഗോഡ്സ് പ്രസൻസിലാണ് വെച്ചത്. ഇത് 12 ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വെച്ചു. രാത്രി മുഴുവൻ ഈ 12 വടി അവിടെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മനസ്സിലാക്കണം, 12 വടികൾ whole night it was in his presence. ദൈവ സന്നിധാനത്തിൽ ആ 12 വടികളും റെസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. പിറ്റന്നാൾ മോശ സാക്ഷി കൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിനുള്ള അഹരോന്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, 12 വടികൾ ഒരു ഹോൾ നൈറ്റ് they were in the presence of God. ദൈവസന്നിധാനത്തിൽ 12 വടികൾ വെച്ചു. ഞാൻ പറഞ്ഞല്ലോ, റെപ്രസെൻറ്റിങ് 12 പേഴ്സണാലിറ്റീസ്, റെപ്രസെൻറ്റിങ് 12 ട്രൈബ്സ്. 12 വ്യക്തിത്വങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന 12 വടികൾ വെച്ചു. ഹോൾ നൈറ്റ്, ആ രാത്രി മുഴുവൻ ആ 12 വടികളും ദൈവസന്നിധിയിൽ വിശ്രമിച്ചു. പ്രൈസ് ഗോഡ്. ബട്ട് ഇൻ ദ മോർണിംഗ്, അടുത്ത പ്രഭാതത്തിൽ മോശ എന്ന ദൈവഭക്തൻ പോയി ഈ വടികൾ എടുക്കുമ്പോൾ, ഒന്നുകൂടെ 8-ാമത്തെ വാക്യം വായിച്ചു. പിറ്റന്നാൾ മോശ രാവിലെ മോശ പോയി. മോശയ്ക്ക് രാത്രി മോശയ്ക്കിടന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ ഏത് വടിയാണ് തളർക്കുന്നത്. മോശയും വെച്ചു. മോശ പ്രാർത്ഥിക്കുമായിരിക്കും. യെസ്. പിറ്റന്നാൾ ചെല്ലുമ്പോൾ സാക്ഷി കൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിനുള്ള അഹരോന്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്തും പൂത്തും ബദാം ഫലം കായ്ച്ചിരുന്നു. ബദാം ഫലം കായ്ച്ചും ഇരിക്കുന്നു. എന്താണ്? ഇറ്റ്സ് ബഡഡ്, ബ്ലൂംഡ് ആൻഡ് റൈപ്പൻഡ്. പ്രൈസ് ഗോഡ്. അത് ബഡഡായി, അത് ബ്ലൂംഡായി, അത് റൈപ്പൻഡായി. അതിനകത്ത് തളിർപ്പുണ്ടായിരുന്നു, പൂവുണ്ടായിരുന്നു, കായുണ്ടായിരുന്നു. ഒറ്റ നൈറ്റും ഉണ്ടാകും. ദ ഹോൾ സ്റ്റോറി ചേഞ്ച്ഡ്. പ്രൈസ് ഗോഡ്. മനസ്സിലാവുന്നുണ്ടോ? പഴയ നിയമത്തിൽ 12 ഗോത്രങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി അഹരോൻ്റെ വടിയായിരുന്നു. പൗരോഹിത്യ പ്രീസ്ലി മിനിസ്ട്രിക്ക് വേണ്ടി. മോസസ് ലീഡറാണ്, പക്ഷേ പ്രീസ്ലി മിനിസ്ട്രി അഹരോനെ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ ആ പ്രീസ്റ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അഹരോനാണെന്ന് ദൈവം കാണിച്ചു കൊടുക്കുമായിരുന്നു. പുതിയ നിയമത്തിൽ നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിൽ വിളിക്കപ്പെട്ട രാജകീയ പുരോഹിതവർഗം. വി ആർ എ റോയൽ പ്രീസ്റ്റ്ഹുഡ്. പഴയ നിയമത്തിൽ അഹരോൻ മാത്രമാണ് ആ പ്രീസ്റ്റ്ഹുഡിനെ റെപ്രസെൻറ്റ് ചെയ്തെങ്കിൽ യു ആൻഡ് മീ ആൻഡ് വി ആർ റെപ്രസെൻറ്റിങ് ദ ന്യൂ ടെസ്റ്റമെന്റ് priesthood. Praise God. അങ്ങനെയാണെങ്കിൽ if you spend your time in his presence in the night, you'll be budded, you'll be bloomed, you'll be ripened. നിങ്ങൾ തളിർക്കും, നിങ്ങൾ പൂക്കും, നിങ്ങൾ ഫലം കായ്ക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും നിങ്ങൾക്കൊരു തളിർപ്പും പൂക്കളും
ഫലങ്ങളും കാണാൻ കഴിയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ ഈ അത്ഭുതം നടന്ന രാത്രിയിലാണ്. ഇറ്റ് ഈസ് എ മിറക്കിൾ ഹാപ്പൻ ഇൻ ദ നൈറ്റ്. ദൈവസന്നിധാനത്തിൽ വിശ്രമിക്കുന്ന 12 വടികളിൽ അഹരോൻ്റെ വടി മാത്രം തളിർത്തു, അഹരോൻ്റെ വടി മാത്രം പൂത്തു, അഹരോൻ്റെ വടിയിൽ മാത്രം ഫലങ്ങളുണ്ടായി. അങ്ങനെയെങ്കിൽ പുതിയ നിയമവിശ്വാസിയായ ഞാനും നിങ്ങളും, നമ്മൾ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരായതുകൊണ്ട്, വെൻ യു റെസ്റ്റ് ഇൻ ഹിസ് പ്രസൻസ്, വെൻ യു സ്പെൻഡ് യുവർ ടൈം ഇൻ ഹിസ് പ്രസൻസ്, ആരുടെയും റെക്കമെൻഡേഷൻ വേണ്ട. പ്രൈസ് ദി ലോർഡ്. യു വിൽ ബി ബഡഡ്, യു വിൽ ബി ബ്ലൂംഡ്, യു വിൽ ബി റൈപ്പൻഡ്. നിങ്ങൾ തളർക്കും, പൂക്കും, ഫലം കായ്ക്കും. പ്രൈസ് ഗോഡ്. 9 നമുക്ക് വായിക്കാം. മോശ വടികളെല്ലാം യഹോവയുടെ സന്നിധിയിൽ നിന്ന് എടുത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു. അവർ ഓരോരുത്തൻ താന്താന്റെ വടി നോക്കിയെടുത്തു. യഹോവ മോശയോട്, അഹരോന്റെ വടി മത്സരികൾക്ക് ഒരടയാളമായി സൂക്ഷിക്കേണ്ടതിന് സാക്ഷ്യത്തിന്റെ മുൻപിൽ തിരികെ കൊണ്ടുവരിക. അവർ മരിക്കാതിരിക്കേണ്ടതിന് എനിക്ക് വിരോധമായുള്ള അവരുടെ പിറുപിറുപ്പ് നീ ഇങ്ങനെ നിർത്തലാക്കും എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അച്ഛാമാരെല്ലാം രാവിലെ ഇഞ്ഞ് വന്നു. അച്ഛാമാരെല്ലാം, അമ്മമാർ പറഞ്ഞു, അച്ഛാ രാവിലെ തന്നെ എഴുന്നേറ്റ് പോ, പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളാം ഇവിടെ, അച്ഛൻ പൊയ്ക്കോ, പിള്ളേരൊന്നും സ്കൂളിൽ വിടുന്നില്ല, ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അച്ഛൻ പൊയ്ക്കോ, അച്ഛൻ്റെ വടി തളർത്തിരിക്കും, അച്ഛൻ പേടിക്കേ വേണ്ട, തീർച്ചയായിട്ടും തളർത്തി, അച്ഛൻ പൊയ്ക്കോ, ധൈര്യമായിട്ട് പൊയ്ക്കോ. അച്ഛാമാരെല്ലാവരും വന്നു കേട്ടോ. 12 അച്ഛന്മാരും വന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ എല്ലാവരും ഇനി പ്രതീക്ഷയോടെ നിൽക്കുക. മോശ അകത്തോട്ട് പോയി വടിയെല്ലാം എടുത്തോണ്ട് വന്നപ്പം ഓരോരോ ഗോത്രങ്ങൾ, രൂബേൻ ഗോത്രം, ഇസ്സാഖാർ ഗോത്രം, എല്ലാ ഗോത്രക്കാരും വന്ന് വടി വാങ്ങിച്ചു. അത് ഉണങ്ങിയിരിപ്പുണ്ട്. 11 വടിയും ഉണങ്ങിയിരിപ്പുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഓരോ വടിയും വരുമ്പോഴും ഇവർ നോക്കുമ്പോൾ രൂപേൻ്റെ വടി ഉണങ്ങിയിരിക്കുക. അപ്പോൾ അവർ ഒന്നും നടന്നിട്ടില്ല. 12ാമത് ലേവിയുടെ വടി വന്നപ്പോഴത്തേക്കുണ്ടല്ലോ, അതിനകത്ത് പൂവുണ്ട്, ഫലമുണ്ട്, തളിർപ്പുണ്ട്, എല്ലാം ഉണ്ട്. അത് കണ്ടതോടുകൂടി ഈ 11 അച്ചായമ്മയുടെ മോഹം പടവലങ്ങിയ പോലെ അങ്ങായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് എനിക്ക് അതിനകത്ത് മോശയുടെ ആ ഒരു മനസ്സ് ഞാൻ ഓർക്കുക. 10ാമത്തെ വാക്യം വായിച്ചു. യഹോവ മോശയോട്, അഹരോന്റെ വടി മത്സരികൾക്ക് ഒരടയാളമായി സൂക്ഷിക്കേണ്ടതിന്, പറയുന്നോ, അഹരോന്റെ വടി മത്സരികൾക്ക് ഒരടയാളമായി സൂക്ഷിക്കേണ്ടതിന് സാക്ഷ്യത്തിന്റെ മുൻപിൽ തിരികെ കൊണ്ടുവരിക. സാക്ഷ്യത്തിന് മുമ്പിൽ തിരികെ കൊണ്ടുവരിക. അവർ മരിക്കാതിരിക്കേണ്ടതിന് എനിക്ക് വിരോധമായുള്ള അവരുടെ പിറുപിറുപ്പ് നീ ഇങ്ങനെ നിർത്തലാക്കും എന്ന് കൽപ്പിച്ചു. എന്തോ മനസ്സായല്ലേ, എന്തോ മനസ്സാ. കാര്യം ഇവരുടെ വടി തളർത്തില്ല, പൂത്തില്ല എന്ന് കണ്ടപ്പം ഇവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ മത്സരം ദൈവം അംഗീകരിക്കുന്നില്ല, ഞങ്ങളുടെ ഈ കോമ്പറ്റീവ് സ്പിരിറ്റ് ഒന്നും ജയിക്കത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ അവിടെയും അവർ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തളിർത്ത, പൂത്ത, ഫലം കായ്ച്ച അഹരോന്റെ വടി ദൈവസന്നിധാനത്തിൽ കൊണ്ടുവച്ച് അതിനെ വീണ്ടും റീസബ്മിറ്റ് ചെയ്ത്, റീസറണ്ടർ ചെയ്ത്, ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, പുനഃസമർപ്പണം ചെയ്ത് ഈ 11 പേരും അവരുടെ കുടുംബം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ദൈവസന്നിധാനത്തിൽ വീണ്ടും ആ വടി കൊണ്ട് വയ്ക്കുമ്പോൾ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ മിനിസ്ട്രി. നമ്മുടെ ശുശ്രൂഷയാണ് കാണിക്കുന്നത്. നമുക്ക് വിരോധമായുള്ള ആളുകൾക്ക് പോലും വേണ്ടി രാത്രി കാലങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളതിൻ്റെ ഒരു വലിയ ആത്മീയ മർമ്മം നമ്മളവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സോ അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു തളിർപ്പ് ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ പൂക്കൾ നിറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളിലും, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, തലമുറകളിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ മിനിസ്ട്രിയിൽ, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ, ഇഫ് യു എക്സ്പെക്റ്റ് ബഡ്സ് ഇൻ യുവർ ലൈഫ്, ഇഫ് യു എക്സ്പെക്റ്റ് ബ്ലോസംസ് ഇൻ യുവർ ലൈഫ്, ഇഫ് യു എക്സ്പെക്റ്റ് ഫ്രൂട്ട്സ് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ തളിർപ്പും ഈ പൂക്കളും ഈ ഫലങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രൈസ് ഗോഡ്, സ്പെൻഡ് യുവർ ടൈം ഇൻ ഹിസ് പ്രസൻസ്. ഈ ഇസ്രായേൽ മക്കളുടെ റോഡുകൾ രാത്രി മുഴുവൻ ദിവസത്തിൽ ഇരിക്കുമ്പോൾ അതിൽ ഒന്നും മാത്രമേ പോത്തുള്ളൂ. അത് പഴയ നിയമത്തിൻ്റെ പ്രമാണമാണ്. പക്ഷേ പുതിയ നിയമത്തിൽ നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗ്ഗമായതുകൊണ്ട് നിങ്ങൾ ഏത് വ്യക്തി, നിങ്ങൾ കറുത്തോ വെളുത്തോ വരുന്നുണ്ട്, നീളം കൂടിയോ കുറഞ്ഞു വരുന്നുണ്ട്, വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ, നോ പ്രോബ്ലം. എനി ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നോ പ്രോബ്ലം. എനി കാസ്റ്റ്, നോ പ്രോബ്ലം. ബട്ട് ഇഫ് യു സ്പെൻഡ് യുവർ ടൈം ഇൻ ഹിസ് പ്രസൻസ് ഇൻ ദ നൈറ്റ്, you will see buds, you will see blossoms, you will see fruits in your life. അത് കാണുക തന്നെ ചെയ്യും. You can expect great miracles in your life. Try it. ഇത് ശ്രമിച്ചു നോക്ക്. Praise the Lord. Hallelujah. അത് miracle in the night. Sit in his presence.
സ്ലീപ്പ് ഇൻ ഹിസ് പ്രസൻസ്. ദൈവസന്നിധാനത്തിൽ ഇരിക്കൂ, ദൈവസന്നിധാനത്തിൽ വിശ്രമിക്കൂ. പ്രൈസ് ദി ലോർഡ്. സോ ദൈവം നമ്മെ സഹായിക്കട്ടെ. സോ എക്സ്പെക്ട് ഗ്രേറ്റ് മിറക്കിൾസ് ഇൻ യുവർ ലൈഫ്. ജസ്റ്റ് ഫോളോ ദീസ് പാറ്റേൺസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ ഈ പാറ്റേൺസ് ഫോളോ ചെയ്യൂ, യു വിൽ സീ മിറക്കിൾസ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കെതിരായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരാം. മനുഷ്യരാണല്ലോ. പക്ഷേ ആ ചിന്തകൾ ഒരിക്കലും നമ്മളിൽ സ്വാധീനമുണ്ടാക്കാതെ, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാതെ, ഒരിക്കലും ദൈവത്തിനോ ദൈവവചനത്തിനോ ദൈവത്തിൻ്റെ അസൈൻഡ് അപ്പോയിൻറ്റഡ് അതോറിറ്റീസിനെതിരായിട്ടോ ചിന്തകളോ പ്രവൃത്തികളോ സംസാരങ്ങളോ നമ്മളിൽ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആ വിഷയത്തിന് വേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി പാസ്റ്റർ ഡിക്സൺ ഇപ്പോൾ പ്രാർത്ഥിക്കും. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇപ്പോൾ കേട്ടതുപോലെ കർത്താവെ, അഹരോൻ്റെ വടി കർത്താവെ ദൈവസന്നിധിയിൽ രാത്രി മുഴുവതും വെച്ചപ്പോൾ അത് പിറ്റേ ദിവസമായപ്പോൾ പൂത്തതുപോലെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ രാത്രിയാമങ്ങളിൽ കർത്താവെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ഉണങ്ങിയ അവസ്ഥകൾ മാറി കർത്താവെ ദൈവസന്നിധിയിൽ നിന്ന് വരുന്ന ആ പുഷ്ടി പ്രാപിച്ച് കർത്താവെ ദൈവത്താൽ വിളിക്കപ്പെട്ടവർ കർത്താവെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവെ ദൈവത്തിൻ്റെ നന്മയെ മറ്റുള്ളവരോട് പറയുന്ന കർത്താവെ ആ പൂത്ത സ്വഭാവം കർത്താവെ ആ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്കറിയാം, ഈ വടി അവരവരുടെ വീടുകളിൽ ഇരുന്നെങ്കിൽ അതൊരിക്കലും തളർക്കത്തില്ല. പക്ഷേ ഈ വടി 12 വടികളും ദൈവസന്നിധിയിൽ കൊണ്ട് വെച്ചപ്പോഴാണ് അവരവൻ്റെ വടി തളർത്തത്. പ്രൈസ് ഗോഡ്. മറ്റുള്ള തള്ളിക്കറിഞ്ഞ് അവരെ അന്ന് പുരോഹിതനെ തിരഞ്ഞെടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല, നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ്. നമ്മുടെ എല്ലാവരുടെയും വടി തളർക്കും. നമ്മളെന്താ വായിച്ചത്? സങ്കീർത്തനം 92 12, 13, 14. ദോസ് വർ പ്ലാന്റഡ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ് ഷാൽ ഫ്ലറിഷ്. ദൈവത്തിൻ്റെ ആലയത്തിൽ നടുത്തലയായവർ ദൈവത്തിൻ്റെ പ്രാകാരങ്ങൾ തഴയ്ക്കും. അവർ പച്ച പിടിച്ചും പുഷ്ടി വെച്ചും ഇരിക്കും. അവർ ലെബാനോനിലെ ദേവദാരു പോലെ വളരും. അവർ മരുഭൂമിയിലെ പന പോലെ തഴയ്ക്കും. അപ്പോൾ ഇന്ന് പകൽ ഈ രാത്രികാലം ദൈവസന്നിധാനത്തിൽ ദൈവത്തോടും ദൈവസഭയോടും ഉള്ള ബന്ധങ്ങൾ വിട്ടു പോകുന്ന പല ആളുകളുമുണ്ട്. എല്ലാ ചർച്ചിലും ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവർ വിചാരിക്കുന്ന ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ പോകുന്നത്. പക്ഷേ അവർക്ക് ഇതുപോലുള്ളതായ അവരുടെ ലൈഫിൽ നടക്കേണ്ട ഇതുപോലുള്ള തളർപ്പുകളും ഇതുപോലുള്ളതായ ലെബാനോൻ ദേവദാരു പോലെ വളർച്ചയും അല്ലെങ്കിൽ മരുഭൂമിയിലെ പന പോലുള്ള തഴപ്പും ഒക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവത്തോടും ദൈവസഭയോടും ഒരു കമ്മിറ്റ്മെൻറ്റ് വരാൻ വേണ്ടി, അവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾ അവിടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ദിവസങ്ങളിലെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ദൈവസഭയോടും ദൈവദാസനോടും ലീഡേഴ്സിനോടും എല്ലാം കമ്മിറ്റഡ് ആയിട്ടിരിക്കുവാൻ എല്ലാ ദൈവജനത്തെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ഫലം കായ്ക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് കീഴിലായിരിക്കുവാൻ ദൈവമേ അഹരോൻ്റെ വടി തളിർത്ത് പൂത്ത് ഫലം കായ്ച്ചതുപോലെ ഈ ദിവസങ്ങളിൽ എല്ലാ ദൈവജനവും കർത്താവെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ഡിവൈൻ ഫ്ലറിഷിംഗ് കാണുവാനായിട്ട് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവമേ ഈ വചനം ഏറ്റെടുത്ത് അതിനെ ചെയ്യുവാൻ, ദൈവമേ വലിയ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ, വലിയൊരു ഡിവൈൻ ഫ്ലറിഷിംഗ് കണ്ട് സന്തോഷിപ്പാൻ എല്ലാവരും സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ സഭയോട് ബന്ധമില്ലാതെ മീറ്റിങ്ങുകൾക്ക് കയറാതെ നടക്കുന്ന ഓരോരുത്തരോടും ഹൃദയത്തോട് അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വലിയ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിക്കുന്ന ദിവസങ്ങളായി മാറേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ആ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുവാനുള്ള ഒരു താല്പര്യം എല്ലാവർക്കും കൊടുക്കണമേ. അതുപോലെ ഓരോ ദിവസം ചെയ്യുന്നവരെ ഞങ്ങൾ വീണ്ടും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മോശ പറയുന്നു, ദൈവം തനിക്കുള്ളവൻ ആരെന്നും തന്നോട് അടുക്കുവാൻ തക്കണം തിരഞ്ഞെടുക്കപ്പെട്ടവൻ ആരെന്നും വിശുദ്ധനാരെന്നും തെളിയിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. നമ്മൾ ദൈവത്തിനുള്ളവരാണ്, നമ്മൾ വിശുദ്ധരാണ്. ഈ പദവികളൊക്കെ നമുക്കുണ്ടായിട്ടും ഈ പദവികളെക്കുറിച്ച് അറിവില്ലാതെയോ അല്ലെങ്കിൽ അറിവുണ്ടായിട്ടും ഇതിന് വേണ്ടുന്നതായ ഒരു വാല്യൂ കൊടുക്കാതെ, ഒരു മൂല്യങ്ങൾ കൽപ്പിക്കാതെ മനഃപൂർവ്വമായിട്ട് നഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ആളുകളെ, ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ വിശുദ്ധനാണ്, ദൈവത്തോട് അടുപ്പാൻ തക്കോണം എനിക്ക് ദൈവകൃപ തന്നതാണ്, ദൈവം നൽകിയ ആ പദവികളെ നഷ്ടപ്പെടുത്തി കളയാതെ ദൈവകൃപയിൽ മുന്നേറുവാൻ, ദൈവവചനത്തിൽ വളരുവാൻ, ബാല്യക്കാർ ക്ഷീണിച്ചാലും യൗവനക്കാർ ഇടറിയാലും ദൈവത്തെ കാത്തിരുന്ന് ശക്തി പുതുക്കുവാൻ, കഴുകനെ പോലെ ചിറകടിച്ച് കയറുവാൻ, ക്ഷീണിക്കാതെ ഓടുവാൻ, തളരാതെ നടക്കുവാനുള്ള കൃപ ഓരോ ദൈവമക്കൾക്കുണ്ടാകട്ടെ. നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ,
ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കേട്ട വചനപ്രകാരം കർത്താവെ, ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ ആരെന്നും കർത്താവെ ദൈവത്തിനെ അടുക്കുവാൻ, കർത്താവെ ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള വിശുദ്ധി ദൈവം അവരെ വിശുദ്ധീകരിച്ചതാണെന്നും കർത്താവെ തിരിച്ചറിഞ്ഞ് കർത്താവെ ആ തിരിച്ചറിവിൽ തന്നെ ജീവിക്കുവാൻ ഓരോ വ്യക്തികളെയും ദൈവം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെക്കുറിച്ച് കർത്താവെ അറിവില്ലാതെ പിന്മാറ്റത്തിലും കർത്താവെ അതിന് വാല്യൂ കൊടുക്കാതെ അലസരായി ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഇന്ന് കേട്ട വചനം അവരുടെ ഉള്ളിൽ കർത്താവെ അത് കത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ പദവി ക്രിസ്തുവിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവെ ആ വെളിയിൽ എത്തി ക്രിസ്തുവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്ന ദൈവദാസന്മാരായി കർത്താവ് ദൈവമക്കളായി ജീവിക്കുവാൻ അവർക്ക് കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അകക്കണ്ണുകളെ ദൈവം തുറന്നതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾക്കറിയാം, ഈ അത്ഭുതം നടന്ന ഒരു രാത്രിയിലാണ്. എല്ലാവരും അവരവരുടെ വടി കൊണ്ടുവന്നു. മോശെ അവിടെ ദൈവസ്ഥാനത്തിൽ വെച്ചു. ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ അത് വെച്ചു. ആ വടി തടുത്തത് ഇറ്റ് വാസ് ഇൻ എ നൈറ്റ്, രാത്രിയുടെ യാമത്തിലാണ് തടുത്തത്. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, ഇന്ന് ലോകം മൊത്തം ഒരു അന്ധകാരത്തിൻ്റെ ഒരു അവസ്ഥയിലാണ്. ലോകം മുഴുവൻ കോവിഡ് ബാധിച്ചിരിക്കുന്നു. ജലപ്രളയങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, പിന്നെ ഒരുപാട് നമ്മുടെ യൗവന തലമുറ, കൗമാരക്കാർ പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ, ഒത്തിരി അൺമാരീഡ് മദേഴ്സ്, അങ്ങനെ ഒരുപാട് നമുക്കറിയാം. നമുക്കിന്ന് പറയാൻ കഴിയാത്തതുപോലെ ജാതി മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധകൾ, വഴക്കുകൾ, അങ്ങനെ മൊത്തത്തിൽ ലോകം മൊത്തം അന്ധകാരം ഭൂമിയെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ നടുവിൽ വി ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. വി ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഇതിൻ്റെ നടുവിൽ ലോകത്തിന് പ്രകാശം പരത്തുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ലോകത്തിൻ്റെ വെളിച്ചങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഈ വെളിച്ചം നമ്മൾ ലോകത്തിന് കൊടുക്കുന്നില്ലെങ്കിൽ ആര് കൊടുക്കും? പ്രൈസ് ഗോഡ്. സോ ഇറ്റ് ഈസ് ആർ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ഫേബ പ്രാർത്ഥിക്കും. കർത്താവേ, സ്തോത്രം സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വീണ്ടും അവിടുത്തെ തിരുസന്നിധിയോട് അടുത്ത് വരുന്നു. അപ്പോൾ ദൈവമേ, അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കിയതിനായി സ്തോത്രം. കർത്താവിടുത്തെ വചനത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അത് ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ കർത്താവെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രാത്രി ആ ദൈവ സാന്നിധ്യത്തിൽ അഹരോൻ്റെ വടി തളർത്തതുപോലെ ഈ ദിവസങ്ങളിൽ എല്ലാവരും കർത്താവെ ഞങ്ങൾക്കെതിരായി നിൽക്കുന്ന കർത്താവെ എല്ലാ സിറ്റുവേഷൻ്റെ മുമ്പിലും ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, അതിൽ ഒരു വിടുതൽ കണ്ട് സന്തോഷിക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരായി ജീവിക്കാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വെളിച്ചമായി കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും കർത്താവ് പ്രകാശിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബന്ധുമിത്രാദികളോട്, ചർച്ചക്കാരോടെല്ലാം കർത്താവെ ഈ വെളിച്ചത്തിൻ്റെ സുവിശേഷം പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ലോകം വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നല്ലോ അപ്പച്ച, അങ്ങ് കരുണ തോന്നണമേ, മനസ്സറിയണമേ. പ്രകൃതിക്ഷോഭങ്ങളാൽ ഭാരപ്പെടുന്ന ദൈവമേ ദേശങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവമേ ഞങ്ങളുടെ കേരളത്തിലുണ്ടായ ഈ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അപ്പച്ച അങ്ങ് കർത്താവെ ഞങ്ങളെ വീണ്ടും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങളിൽ, പ്രതികൂലങ്ങളിൽ കർത്താവെ ഒറ്റപ്പെട്ട് കഴിയുന്ന അനേകരുണ്ട്. ഭവനങ്ങൾ നഷ്ടമായവരുണ്ട്. കർത്താവെ കുടുംബാംഗങ്ങളെ നഷ്ടമായവരുണ്ട്. പല വിധത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ക്യാമ്പുകളിലൊക്കെയും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി യാതൊരു പ്രയാസവും ഉണ്ടാകാൻ അനുവദിക്കരുതേ. വെള്ളപ്പൊക്കത്തിൻ്റെയോ കർത്താവ് ഭൂകമ്പമോ കർത്താവ് മഹാമാരികളോ വ്യാധികളോ ബാധകളോ ഒന്നും ഞങ്ങളുടെ രാജ്യത്ത് ഉണ്ടാകുവാൻ അങ്ങ് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവിക പ്രൊട്ടക്ഷൻ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അങ്ങനെ മരണപ്പെട്ടു പോയവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആശ്വാസം അവർക്ക് നൽകണമേ. അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുവാൻ എല്ലാ വഴികളും അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾക്ക് അവർക്ക് പുനരധിവാസത്തിന് ആവശ്യമാകുന്ന എല്ലാ പാക്കേജുകളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതോടൊപ്പം അനേക ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെയും ഒറ്റപ്പെട്ടു. അനേകർക്ക് എല്ലാം നഷ്ടമായി. അവരെയും ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവിക ആശ്വാസം കൊണ്ട്, ദൈവിക പ്രൊവിഷൻ കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ കൊറോണ എത്രയും വേഗം പൂർണ്ണമായിട്ട് ഇത് മാറിപ്പോകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത്രയും കർത്താവ് ഇതിനൊരു ആശ്വാസം നൽകിയതിനായി സ്തോത്രം. മരണനിരക്കുകൾ കുറഞ്ഞതിനായി സ്തോത്രം. രോഗവ്യാപനം കുറഞ്ഞതിനായി സ്തോത്രം. ഇനിയൊരു പ്രയാസവും ഇല്ലാതെ വണ്ണം രാജ്യത്തെ കാത്തു പരിപാലിക്കണമേ. ഞങ്ങളുടെ എല്ലാ അധികാരികളെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജനനന്മയ്ക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർഷകരെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച്
ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സിറ്റുവേഷനിൽ അനേകരുടെ കൃഷി നശിച്ചു പോയി, അനേകർ കർത്താവെ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. അവരോട് കരുണ തോന്നണമേ. അവരുടെ കർത്താവെ സമരങ്ങൾ, അവരുടെ പ്രക്ഷോഭ മുറകളെല്ലാം ഈ ദിവസങ്ങളിൽ ഫലം കാണുവാൻ ഇടയാക്കണമേ. അവർക്ക് നീതി ലഭിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ മേഖലയിലുമായിരിക്കുന്ന അധികാരികളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, എല്ലാ ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഇപ്പോൾ ഞങ്ങളെ ഓൺലൈനിൽ കണ്ടുകൊണ്ട് ഞങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവരെ അങ്ങ് സൗഖ്യമാക്കണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് വിശാലത കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെയുമായി ദൈവസന്നിധിയിലായിരിക്കുന്നവർക്ക് ഇന്നത്തെ വചനം അവരുടെ ജീവിതത്തിൽ കർത്താവെ ആശ്വാസമായി തീരുവാൻ, ഒരു ഡിവൈൻ ഫ്ലറിഷിംഗ് എല്ലാവരുടെയും ലൈഫിൽ കാണുവാൻ ഇടയാക്കണമേ. അതിനായി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, രാത്രികാലങ്ങളിലും എല്ലാ സമയങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയാക്കണമേ. ഒരു ഡിവൈൻ ഫ്ലറിഷിംഗ് എല്ലാ കുടുംബങ്ങൾക്കും നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം പറഞ്ഞ ദേവദാസിനെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും ശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. അനേകർക്ക് ആശ്വാസമായി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. വർഷിപ്പ് ടീമിനെ ഞങ്ങൾ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ ടീം മെമ്പേഴ്സിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഞങ്ങൾ പിരിയാത്ത സാന്നിധ്യം കൂടിയിരിക്കണേ. പ്രാർത്ഥിക്കാൻ വിട്ടുപോയിരിക്കുന്ന ഓരോ വിഷയങ്ങളെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സോ കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇന്ന് രാത്രി കേട്ട ഈ സന്ദേശം നമ്മൾ മറക്കരുത്. ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേട്ട എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദി ലോർഡ് ബ്ലെസ് യു. നിങ്ങളിതിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവർക്കൂടെ അയച്ചു കൊടുക്കുക. ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു ആൻഡ് ഗുഡ് നൈറ്റ്.